തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. 10,000-കണക്കിന് കള്ള വോട്ടർമാർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് വോട്ടർമാർക്ക് കൃത്യമായ മേൽവിലാസമില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സിബി ജോസഫ് ചേരുകയാണ്. സിബി, വിശദമായ വിവരങ്ങൾ. അസിത, ഇന്നിപ്പോൾ ദില്ലിയിലെ AICC ആസ്ഥാനത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ പതിവിലും വിരുദ്ധമായ ഒരു വീഡിയോ പ്രസന്റേഷനിലൂടെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നടന്നത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. മഹാരാഷ്ട്ര, കർണാടക, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പോളിംഗ് ശതമാനവും നിയമസഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം നിലയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ ഈ മഹാരാഷ്ട്രയിൽ മാത്രം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചേർക്കാനാവാത്ത വോട്ടുകൾ 5 മാസം കൊണ്ട് പട്ടികയിൽ ചേർത്തു. 40 ലക്ഷം ദുരൂഹ വോട്ടർമാർ ഈ പട്ടികയിൽ ഇടം പിടിച്ചുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വൈകിട്ട് 5 മണിക്ക് ശേഷമുള്ള പോളിംഗ് ശതമാനം അസാധാരണമായി കുതിച്ചുയർന്നുവെന്നും ഇതിന്റെ CCTV ദൃശ്യമടക്കം പ്രതിപക്ഷം ചോദിച്ചിട്ടും അത് നശിപ്പിച്ചു കളഞ്ഞ, അല്ലെങ്കിൽ 45 ദിവസത്തിനകം നശിച്ചു പോയി എന്നൊരു മറുപടിയാണ് കമ്മീഷൻ നൽകിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മറ്റൊന്ന്, കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ സീറ്റിൽ നടന്ന വൻ തിരിമറി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അവിടെ കോൺഗ്രസിനെ പരാജയപ്പെട്ടു. പക്ഷേ 6 നിയമസഭാ മണ്ഡലം നോക്കുമ്പോൾ അതിൽ ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രം, അതായത് മഹാദേവപുരയിൽ മാത്രം വോട്ടെണ്ണിയപ്പോൾ BJPക്ക് 1,14,000 വോട്ടാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ BJP സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഘട്ടമുണ്ടായി. അങ്ങനെ തീർത്തും വോട്ടുകൾ അധികമായി മറയ്ക്കുകയും വ്യാജ വോട്ടുകൾ ചേർക്കുകയും കന്നി വോട്ടുകളിൽ പോലും വലിയ കൃത്രിമത്വം കാണിച്ചുകൊണ്ടും വീട്ടു നമ്പർ സ്ഥാനത്ത് 0 അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ ക്രമക്കേട് ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പ്രസന്റേഷൻ എന്ന നിലയിലായിരുന്നു ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം. എന്നാലും ഈ ആരോപണത്തിൽ തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടകയിലെ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസും അയച്ചിട്ടുണ്ട്. ശരി, ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സിബി ജോസഫ്.